നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഒരുപാട് ടൈപ്പ് കാണാം. ചെറിയ വാളറ്റയിലുള്ളത്, വലിയ വാളറ്റയിലുള്ളത്, മീഡിയം വാളറ്റയിലുള്ളത്, പിന്നെ കൂടുതൽ പൈസ ഗവൺമെന്റ് ബോണ്ടിനകത്ത് ഇടുന്നത്, അങ്ങനെ പല ടൈപ്പ്. ഇതിൽ നമ്മുടെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് അനാലിസിസ് ചെയ്യും. നമുക്ക് എന്ത് ഗോളാണ് വേണ്ടത്, ആ ഗോളിനെ ബേസ് ചെയ്ത് നമ്മൾ അപ്പറ്റൈറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇപ്പം ഞാൻ കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഈ പൈസ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഫണ്ട് ഇടുന്നതിന് മുമ്പ് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഇപ്പം എനിക്കൊരു ഐഫോൺ മേടിക്കണം. ഐഫോൺ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആലോചിക്കണം എത്ര രൂപയാകും. 15,000 rupees. ഓക്കെ, ഈ 15,000 rupees എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, ഞാനത് ആലോചിച്ചു. ഓക്കെ, 15,000 rupees എനിക്ക് ഒരു വർഷത്തിന് ശേഷം പുതിയത് ലോഞ്ച് ചെയ്യുമ്പോൾ ഞാൻ മേടിക്കാം ബേസിക്. അപ്പൊ ആ ബേസിക് മേടിക്കാനായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് എത്രത്തോളം റിസ്ക് ഉള്ളത് എടുക്കണം. റിസ്ക്, ലയബിലിറ്റി, അസറ്റ് എത്ര ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കണക്കൂട്ടലും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ അനാലിസിസ്. ക്രിട്ടിക്കൽ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, മ്യൂച്വൽ ഫണ്ട് ഏത് എടുക്കുന്നുള്ളത് ചൂസ് ചെയ്തത്. എൻ്റെ ഗോളും സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി ഭ്രാന്ത് പിടിക്കും. അപ്പൊ ഈ സാധനം ഭ്രാന്ത് പിടിക്കാതെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നെ പോലെ ആൾക്കാരെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഈ കാണുന്ന നമ്പേഴ്സിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് വിളിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു തരാം.